നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കിടിലൻ തരിക്കഞ്ഞിയുടെ റെസിപ്പി നമുക്ക് നോക്കിയാലോ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. നമുക്ക് ആദ്യം ഒരു പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നല്ല ചുവട് കട്ടിയുള്ള പാത്രം വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് അലിയുന്ന വരെ ഒന്ന് ചെറുതീയിൽ വെച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് കാരമലൈസ് ആയി തുടങ്ങുമ്പോൾ നമുക്ക് ഈ പാൻ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അല്ലാതെ നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ കാരമൽ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കാരമൽ ഒന്ന് ക്രിസ്റ്റലൈസ് ആയിട്ടൊക്കെ വരും. പക്ഷെ നമ്മൾ ചൂടാക്കി എടുക്കുമ്പോൾ അത് നന്നായിട്ട് മെൽറ്റായിട്ട് വരും കേട്ടോ. ഇതൊന്ന് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്കൊരു പാനിലേക്ക് 3 ടീസ്പൂൺ നെയ്യ് ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി അതിലേക്ക് 4 മുതൽ 5 വരെ ചുവന്നുള്ളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് ചെറുതീയിൽ വെച്ച് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്നട്ട്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതീയിൽ വെച്ചിട്ട് എല്ലാം കൂടി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ കാഷ്നട്ട്സ് ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ റേസിൻസ് കൂടി ചേർത്ത് എല്ലാം കൂടി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ചുവന്നുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു ഡാർക്ക് കളറൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 1/4 കപ്പ് റവ ചേർത്ത് വറുത്തെടുക്കാം. ഞാനിപ്പോൾ വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത്. നല്ലൊരു മണം വരുന്ന വരെ നമുക്ക് ചെറുതീയിൽ വെച്ച് 2 മുതൽ 3 മിനിറ്റ് വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടൊന്ന് സൈഡിലേക്ക് ഒന്ന് വെക്കാം. അപ്പോഴേക്കും നമ്മുടെ പാലും കാരമലും അതുപോലെ വെള്ളമൊക്കെ ചേർന്നിട്ടുള്ള ആ ഒരു മിക്സ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ടാവും. ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള റവ, ചുവന്നുള്ളി, കാഷ്നട്ട്സ്, കിസ്മിസ് അതെല്ലാം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ടേസ്റ്റ് ഒക്കെ നോക്കാം. മധുരം ഇനിയും മിക്കവാറും ആവശ്യമുണ്ടാകും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആക്കി കിട്ടാനായിട്ട് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് 2 മുതൽ 3 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും റവയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു തരിക്കഞ്ഞി ഇരിക്കുന്തോറും നന്നായിട്ട് കുറുകി വരുന്നൊരു കഞ്ഞിയാണ്. ഞാനിപ്പോൾ ഇത് ചൂടോട് കൂടിയിട്ടാണ് സെർവ് ചെയ്യുന്നത് കേട്ടോ. സാധാരണ ഉണ്ടാക്കുന്ന തരിക്കഞ്ഞിയിൽ നിന്ന് വ്യത്യാസമായിട്ട് നല്ലൊരു ഫ്ലേവറാണ്. നല്ല ടേസ്റ്റാണ് കുടിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത്തവണ റംദാന് നോമ്പ് തുറക്കാനായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.